കഴിഞ്ഞ ദിവസം ഇസ്ലാമിക രാജ്യങ്ങളുടെ ഭരണാധികാരികളുമായിട്ട് ട്രംപ് ഒരു കൂടിക്കാഴ്ച നടത്തി. അതിനകത്ത് തുർക്കി പ്രസിഡന്റ് എർദോഗൻ ഉണ്ടായിരുന്നു, പാക് പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, അതുപോലെ എല്ലാ പ്രധാനപ്പെട്ട ഈജിപ്റ്റ്, ഇന്തോനേഷ്യ, അങ്ങനെ പ്രധാനപ്പെട്ട ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളുടെ ഭരണാധികാരികളുമായിട്ട് നടന്ന കൂടിക്കാഴ്ചയായിരുന്നു അത്. സൗദിയുടെ അടക്കം പ്രതിനിധികൾ അതിനകത്തുണ്ടായിരുന്നു. സോ ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് ട്രംപ് പറഞ്ഞത്, ഞാൻ എൻ്റെ ലൈഫിൽ നടത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളിൽ ഒന്നാണിതെന്നാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രായേലിലെ ഉന്നത രാഷ്ട്രീയ നേതാക്കളും പറയുന്ന ഒരു കാര്യമുണ്ട്: ഇനി പാലസ്തീനുമില്ല, ഒരു കുന്തവുമില്ല, ഇവിടെ ഇസ്രായേൽ മാത്രമേ ഉള്ളൂ. പാലസ്തീൻ എന്നും പറഞ്ഞുകൊണ്ട് ആരും ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട, പാലസ്തീനൊക്കെ തീർന്നു, ഇനി അതൊന്നും ഇവിടെ ഇല്ല എന്നാണ് അവർ പറയുന്നത്. സ്വാഭാവികമായിട്ട് നമ്മൾ കാണുന്നുണ്ട്, കാനഡ, ഫ്രാൻസ്, ഇങ്ങനെ കുറെ രാജ്യങ്ങൾ, നേരത്തെ പലസ്തീനെ അംഗീകരിക്കാതിരുന്ന കുറെ രാജ്യങ്ങൾ ഇപ്പോൾ പാലസ്തീനെ അംഗീകരിക്കുന്നുണ്ട്. UN അടക്കം ഇവർ പാലസ്തീന് അനുകൂലമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നുണ്ട്. അമേരിക്ക ഇസ്രായേലിന് കൊടുക്കുന്ന സഹായം നിർത്തിയാൽ മാത്രമേ യുദ്ധം അവസാനിക്കൂ എന്ന് ഈവൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ട്രംപിനെ പരോക്ഷമായി കുത്തിക്കൊണ്ട് പറയുന്നുണ്ട്. സോ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇതിനകത്ത് സത്യം എന്താണ്? അമേരിക്കയ്ക്ക് പെട്ടെന്നൊരു ദിവസം മുസ്ലിം രാജ്യങ്ങളോടും മുസ്ലിങ്ങളോടും അല്ലെങ്കിൽ പാലസ്തീനോടും അങ്ങ് സ്നേഹം തോന്നിയതാണോ? അതാണോ ഈ കാണുന്നത്? സത്യം ഇതൊന്നുമല്ല. നമ്മുടെ ഇതിനകത്ത് എന്താണ് സത്യം എന്നുള്ളത് നമ്മൾ ആരും വിചാരിക്കുന്നത് പോലും ആകണമെന്നില്ല. ചില സാധ്യതകളാണ് ഞാൻ പറയുന്നത്. ഒന്ന്, ഇസ്രായേലിന് പൂർണ്ണമായും പലസ്തീൻ എന്ന് പറയുന്ന ആ രാജ്യത്തെ അവരുടേതാക്കി മാറ്റണമെന്നുള്ള ഒരു ഉദ്ദേശവുമില്ല. കാരണം അവിടെയുള്ള മനുഷ്യരെന്ത് ചെയ്യും? ഇസ്രായേലിന് ആ മണ്ണ് മതി, ആ മനുഷ്യരെ വേണ്ട. ഇസ്രായേൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തൊരു കാര്യം എന്താണെന്ന് അറിയോ? കഴിഞ്ഞ ഏകദേശം കുറച്ച് ആഴ്ചകളായിട്ട് തന്നെ ഇവർ ഡ്രോണുകൾ ഉപയോഗിച്ചും മറ്റു പല രീതിയിലും കുറെ ലഘു രേഖകൾ എഴുതിയിട്ട് ഇത് ഒരുപാട് നോട്ടീസുകൾ പ്രിന്റ് ചെയ്തിട്ട് ഈ ഗാസയിൽ കൊണ്ടുവന്നിട്ട് ആകാശത്ത് നിന്ന് താഴേക്കിടും. ഗാസയിൽ കൊണ്ടുവന്ന് ഇവരിതിങ്ങനെ ഇടുമ്പോൾ അവിടെയുള്ള കുട്ടികളും മുതിർന്നവരുടെ ഒക്കെ കയ്യിലേക്ക് ഇത് കിട്ടും. അതിൽ എഴുതിയിരിക്കുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നാണ്. അതായത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇസ്രായേലിന് വേണ്ടത് ഗാസയാണ്. ഗാസയിൽ നിന്ന് അവിടെയുള്ള മനുഷ്യരെ ഒഴിപ്പിച്ച് ഇസ്രായേലിന് വേണം. ഗാസ ഇനി ഒരിക്കലും പലസ്തീന് കൊടുക്കാൻ പറ്റില്ല. അതാണ് ഇസ്രായേലിന് വേണ്ടത്. പക്ഷേ ഗാസ അങ്ങനെ ചുമ്മാ കിട്ടില്ല. ഇപ്പൊ ഇസ്രായേൽ പറയാണ്, എനിക്ക് ഗാസ വേണമെന്ന് പറഞ്ഞാൽ ഗാസ തരാൻ പറ്റില്ല എന്നായിരിക്കും മറുഭാഗത്ത് നിന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങൾ. ഈ ഇസ്ലാമിക രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് പൊളിറ്റിക്കലി ഭയങ്കരമായിട്ടുള്ള പ്രഷറുണ്ട്. അതിപ്പോൾ രാജഭരണമുള്ള രാജ്യങ്ങളിൽ പോലും ജനങ്ങളുടെ മതവിശ്വാസികളുടെ അല്ലെങ്കിൽ മത നേതാക്കളുടെ ഒരു വലിയ പ്രഷർ ഉണ്ടാവും. കാരണം പലസ്തീൻ എന്ന് പറയുന്നത് അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. എന്നാൽ ഇടപെടാൻ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങൾക്കും ഭയവുമാണ്. ഇപ്പൊ തുർക്കി ആയിക്കോട്ടെ, സൗദി ആയിക്കോട്ടെ, ഒരു രാജ്യവും നേരിട്ട് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് പോവുകയോ അല്ലെങ്കിൽ പലസ്തീന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അവരെന്തുണ്ടെങ്കിലും അമേരിക്കയുടെ അടുത്ത് ചോദിക്കുക, ഒന്ന് സഹായിക്കണം, ഞങ്ങൾ ഈ ധർമ്മസങ്കടത്തിൽ നിന്ന് രക്ഷിക്കണം. ഇതാണ് ഇവർ ചെയ്യുന്നത്. ഇപ്പൊ തുർക്കി പ്രസിഡന്റ് എർദോഗൻ എന്താണ് ചെയ്യുന്നത്? ട്രംപിനോട് പറയും, എനിക്കിവിടെ നിലനിൽപ്പില്ല, എന്റെ രാഷ്ട്രീയ ഭാവി അവതാളത്തിലാണ്, നിങ്ങൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം, പകരം ഞങ്ങൾ എന്തിനും തയ്യാറാണ് എന്നായിരിക്കും എർദോഗൻ ട്രംപിനോട് പറയുന്നത്. അല്ലാതെ നേരിട്ട് ഇസ്രായേലുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഇവരാരും തയ്യാറാവുന്നില്ല. സ്വന്തം തടി കേടാവുന്ന ഒരു പണിക്കും പ്രധാനപ്പെട്ട ഇസ്ലാമിക രാജ്യങ്ങൾ പോകുന്നില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി എന്തായിരിക്കാം യഥാർത്ഥത്തിൽ ഇവരുടെ പ്ലാൻ? ഇപ്പോൾ ഇസ്രായേൽ പറയാണ് മുഴുവൻ പലസ്തീനും അവർക്ക് വേണം, അവരിനി ഒന്നും കൊടുക്കില്ല എന്നാണ് പറയുന്നത്. അവിടെയാണ് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ഇസ്രായേലിന്റെ ഒരു തന്ത്രം എന്ന് പറയുന്നത്. ഇസ്രായേൽ അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ലോകരാജ്യങ്ങൾ എന്ത് ചെയ്യും? അത് പറ്റില്ല, ഇത് അനീതിയാണ്, പലസ്തീൻ ഉണ്ടായേ പറ്റൂ. ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പെട്ടെന്ന് പലസ്തീനോട് അങ്ങ് സ്നേഹം തോന്നിയിട്ട് പലസ്തീനെ അംഗീകരിക്കുന്നതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അമേരിക്കയുടെ ഇതിലെ ഇടപെടൽ ആത്മാർത്ഥമായിട്ട് പലസ്തീനോടും അല്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസികളോടും സ്നേഹം തോന്നിയിട്ടാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇവരും ഇപ്പൊ ഇസ്രായേലിന്റെ ഡിമാൻഡ് അംഗീകരിക്കുകയാണ്. ഇസ്രായേലിന് വേണ്ടത് ഗാസയാണ്. ഗാസ കിട്ടണം എന്നുണ്ടെങ്കിൽ മൊത്തം പലസ്തീനും വേണമെന്ന് ഇസ്രായേൽ പറയും. അപ്പോൾ സ്വാഭാവികമായിട്ട് ചർച്ച നടക്കുമ്പോൾ ഓക്കെ, ഗാസ ഇല്ലെങ്കിൽ വേണ്ട, വെസ്റ്റ് ബാങ്ക് എങ്കിലും നിങ്ങൾ കൊടുത്തേ പറ്റൂ. വെസ്റ്റ് ബാങ്ക് നിങ്ങൾ ഇനി കയ്യിൽ വെക്കാൻ പറ്റില്ല, വെസ്റ്റ് ബാങ്ക് നിങ്ങൾക്ക് തരാൻ പറ്റില്ല, വെസ്റ്റ് ബാങ്ക് എങ്കിലും പാലസ്തീന് കൊടുത്തേ പറ്റൂ എന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തും. വേണമെങ്കിൽ സിറിയയിൽ നിന്ന് കുറച്ച് സ്ഥലങ്ങളോ ജോർദാനിൽ നിന്ന് കുറച്ചുകൂടെ സ്ഥലങ്ങളോ എല്ലാം അമേരിക്കയുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് വെസ്റ്റ് ബാങ്കിന്റെ കൂടെ കൂട്ടിച്ചേർത്ത് കൊടുത്ത് അതിനെ ഒന്ന് വലുതാക്കി കൊടുക്കാൻ ചിലപ്പോൾ ഇവർ തയ്യാറാവും. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഒരു യോഗം നടന്നുവെന്ന്. ആ യോഗത്തിൽ ട്രംപ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് വളരെ പ്രധാനമാണ്. ട്രംപ് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്, ഒരിക്കലും ഞാൻ ഇസ്രായേലിനെ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഒരിക്കലും വെസ്റ്റ് ബാങ്കിനെ ഈ ഇസ്രായേലിന്റെ ഭാഗമായി കൂട്ടിച്ചേർക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. അതായത് ഗാസയുടെ കാര്യത്തിൽ ട്രംപ് ഒരു ഉറപ്പ് ഇസ്ലാമിക ഭരണാധികാരികൾക്ക് കൊടുത്തിട്ടില്ല. ഇത് മിക്കവാറും ഇത് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗാസ ഇസ്രായേൽ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കും. ഗാസ ഇസ്രായേൽ വിട്ടുകൊടുക്കാൻ ഒരു ചാൻസും കാണുന്നില്ല.
അതിന് പ്രധാനമായിട്ടുള്ളൊരു കാരണം ഇസ്രായേലിന് അത് വലിയ സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതായത് 1971 മുമ്പ് എങ്ങനെയാണോ കിഴക്കൻ പാകിസ്ഥാൻ നമുക്ക് ഒരു പ്രശ്നമായത്, കിഴക്കൻ പടിഞ്ഞാറൻ പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് രണ്ട് പാകിസ്ഥാൻ ഉണ്ടായി. അതായത് ബംഗ്ലാദേശ് ഒരു കാലത്ത് പാകിസ്ഥാന്റെ ഭാഗമായിരുന്നു. ബംഗ്ലാദേശ് ഉണ്ടാവുന്നതിന് മുമ്പ് ഇത് പാകിസ്ഥാന്റെ ഭാഗമായിരുന്ന സമയത്ത് ഇന്ത്യക്ക് ഉണ്ടാക്കിയ സുരക്ഷാ ഭീഷണിയാണ് ഗാസ ഇസ്രയേലിന് ഉണ്ടാക്കുന്നത്. അതിന്റെ കാരണം വെസ്റ്റ് ബാങ്കും ഗാസയും കൂടെ ചേരുമ്പോഴാണല്ലോ പാലസ്തീൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് പ്രൊട്ടക്ട് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെസ്റ്റ് ബാങ്ക് സൈഡും നോക്കേണ്ടതുണ്ട്, ഗാസയും നോക്കേണ്ടതുണ്ട്. അവിടെയാണെങ്കിൽ ഹമാസിന്റെ ആക്രമണങ്ങളും പ്രശ്നങ്ങളും വേറൊരു തരത്തിലുണ്ട്. ഗാസ അല്ലെങ്കിലും കടൽ തീരത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ്, അവർക്ക് തീരദേശമുണ്ട്. അപ്പോൾ ഈ മെഡിറ്ററേനിയൻ കടൽ തീരത്തായതുകൊണ്ട് തന്നെ യമനിൽ നിന്നുള്ള ഹൂതികൾക്കും അല്ലെങ്കിൽ ഇറാന്റെ പ്രോക്സികൾക്കും ഒക്കെ ആയുധങ്ങൾ കൊണ്ടുവരാനും അവർക്ക് പലതരത്തിൽ ഇവിടേക്ക് എത്താനും ഈ ഗാസയിലെ ഹമാസിനെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പൊ ഇതൊരു വലിയ പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈവൻ തുർക്കിക്ക് പോലും ഗാസയിലേക്ക് അവരുടെ രഹസ്യമായിട്ടുള്ള ആയുധങ്ങൾ എത്തിക്കാനോ അല്ലെങ്കിൽ സഹായങ്ങൾ എത്തിക്കാനോ ഫണ്ട് എത്തിക്കാനോ ഒക്കെ തുർക്കിക്കും ഈ സമുദ്രത്തിലൂടെ കഴിയും. അപ്പൊ അതുകൊണ്ട് സമുദ്രത്തിലുള്ള ഇവരുടെ സ്വാധീനം ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ ഗാസയുടെ നിയന്ത്രണം പൂർണ്ണമായിട്ട് ഇസ്രയേലിന്റെ കയ്യിൽ ഉണ്ടെങ്കിലേ കഴിയൂ. ഇല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഗാസ ഇസ്രയേലിന് ഒരു തലവേദനയാകുമെന്നാണ് അവർ കണക്കൂട്ടുന്നത്. നമ്മുടെ ബംഗ്ലാദേശിനെ ആലോചിച്ചാൽ മതി. പാകിസ്ഥാന്റെ ഭാഗമായിരുന്നപ്പോൾ നമുക്കത് എന്നും തലവേദനയായിരുന്നു. പിന്നീട് അതിനെ ഒരു രാജ്യമാക്കി നമ്മൾ മാറ്റി. അന്ന് വലിയ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ അതൊരു തലവേദനയായിട്ട് മാറിയില്ലേ? അപ്പൊ നമ്മൾ ചില സമയങ്ങളിൽ കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ലോകം മൊത്തം നമ്മളെ എതിർക്കുമായിരിക്കാം, പക്ഷെ ചില സന്ദർഭങ്ങളിൽ കടുത്ത തീരുമാനങ്ങൾ എടുത്തില്ലെങ്കിൽ ഫ്യൂച്ചറിൽ രാജ്യം വലിയ പ്രതിസന്ധി നേരിടും. ഇന്നിപ്പോ ബംഗ്ലാദേശിൽ അമേരിക്ക ഇടപെടാൻ ശ്രമിക്കുന്നു, ചൈന ഇടപെടാൻ ശ്രമിക്കുന്നു, തുർക്കി ഇടപെടാൻ ശ്രമിക്കുന്നു. കാരണം ഇന്ത്യയുടെ തൊട്ടടുത്ത് കിഴക്കേ പുറത്ത് കിടക്കുന്ന രാജ്യമാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ വന്ന് മിലിറ്ററി ബേസുകൾ ഉണ്ടാക്കാൻ രാജ്യങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇന്ത്യക്കെതിരെ എങ്ങനെയൊക്കെ കളിക്കാൻ പറ്റുമോ അതിനൊക്കെ ബംഗ്ലാദേശിനെ അവർ ഉപയോഗിക്കുകയാണ്. ബംഗ്ലാദേശ്, ശ്രീലങ്ക എന്നിങ്ങനെ പറയുന്ന രാജ്യങ്ങളൊക്കെ ശരിക്കും ഇന്ത്യ പണ്ടേ തന്നെ ഇന്ത്യയുടേതാക്കി സെക്യൂർ ചെയ്യേണ്ടതായിരുന്നു. പറയുമ്പോൾ അതിനകത്ത് ജനാധിപത്യ വിരുദ്ധതയൊക്കെ തോന്നാം, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ഇപ്പൊ തായ്വാൻ ചൈനയ്ക്ക് എങ്ങനെ എന്നൊരു തലവേദനയാണ്, അമേരിക്കക്കാർ തായ്വാനിൽ കളിക്കുന്നില്ലേ? അതുപോലെ ഇന്ത്യ ചെയ്യേണ്ടിയിരുന്നത് ബംഗ്ലാദേശ്, മാൽഡീവ്സ്, അതുപോലെ നമ്മുടെ ശ്രീലങ്ക, ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ അടുത്ത് കിടക്കുന്ന ചെറിയ രാജ്യങ്ങൾ, ഇതിനെയെല്ലാം നമ്മൾ നമ്മുടെ ഭാഗമാക്കി നിലനിർത്തണമായിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യൻ ഓഷനിൽ വരുന്ന അതിർത്തിയുള്ള രാജ്യങ്ങളായതുകൊണ്ട് ഇവരെ നമ്മൾ നമ്മുടെ കൂടെ നിർത്തേണ്ടതായിരുന്നു, നമ്മുടെ സ്റ്റേറ്റുകളാക്കി മാറ്റേണ്ടതായിരുന്നു. അത് ഇന്ന് പറയുമ്പോൾ അതൊക്കെ വലിയ പാപമല്ലേ എന്ന് ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല. ലോകം മൊത്തം ചിലപ്പോൾ എതിർക്കുമായിരിക്കും. നമ്മൾ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് അത് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് ഭയങ്കരമായിട്ട് സുരക്ഷിതത്വം ഫീൽ ചെയ്യുമായിരുന്നു. ഇതിപ്പോൾ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി, സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചിലവാക്കുന്ന പണം തന്നെ എത്രത്തോളം ഉണ്ട്. അതുപോലെ കശ്മീരൊക്കെ നമ്മൾ പണ്ടേ തീർക്കേണ്ട കേസായിരുന്നു. ഇന്നിപ്പോൾ നമുക്കത് വലിയ പാടാണ്. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ ആ പ്രശ്നങ്ങൾ നമ്മൾ തീർത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വലിയ വില കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഗാസ അതുകൊണ്ട് ഇസ്രയേൽ ചെയ്യുന്നത് ഏത് വിധേനയും പിടിച്ചെടുക്കുക എന്നുള്ള ഒരു കാര്യമാണ്. ഗാസ ഇനിയും പലസ്തീന്റെ ഭാഗമാക്കി നിർത്തിക്കഴിഞ്ഞാൽ അത് തങ്ങൾക്ക് പണിയാണെന്ന് അവർക്ക് അറിയാം. അതിനകത്ത് മനുഷ്യത്വം നോക്കിക്കഴിഞ്ഞാൽ ഇസ്രയേൽ ചെയ്യുന്ന ഭയങ്കര ക്രൂരതയാണ്, അതിൽ ഒരു തർക്കവും. അത് മനുഷ്യരായിട്ടുള്ള ആർക്കും അത് അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പൊ ഒരു തേർഡ് പേഴ്സൺ എന്നുള്ള നിലയ്ക്ക് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഇസ്രയേൽ ചെയ്യുന്നത് കൊടും ക്രൂരതയാണ്. കാരണം അവർ നടത്തുന്ന ആക്രമണങ്ങളിലും മരണപ്പെടുന്ന മനുഷ്യരെന്ന് പറയുന്നത് അതൊന്നും അറിയാത്ത പാവപ്പെട്ട കുട്ടികളും സ്ത്രീകളും ഒക്കെ അതിനകത്തുണ്ട്. പക്ഷേ ഇസ്രയേലിന്റെ വ്യൂ പോയിന്റിൽ അവരുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഇതല്ലാതെ വേറെ വഴിയില്ല എന്നുള്ളതാണ് അവർ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈ അമേരിക്കയും ഇസ്രയേലും യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ ചേർന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് വെസ്റ്റ് ബാങ്കിനെ ഇവർ പാലസ്തീനായിട്ട് അംഗീകരിക്കും. യൂറോപ്യൻ രാജ്യങ്ങളും ലോക രാജ്യങ്ങളും ഒക്കെ വെസ്റ്റ് ബാങ്കിനെ പാലസ്തീനായിട്ട് അംഗീകരിക്കും. വേണമെങ്കിൽ ജോർദാനിൽ നിന്നോ സിറിയയിൽ നിന്നോ കുറച്ച് സ്ഥലം കൂടെ കൊടുത്ത് ഒന്ന് വലുതാക്കി കൊടുക്കും. അപ്പൊ എന്നിട്ട് പാലസ്തീനോട് പറയും, നിങ്ങൾ ഗാസയെ മറന്നേക്കൂ. ഗാസയിലുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ പറയും, നിങ്ങൾ വെസ്റ്റ് ബാങ്കിലേക്ക് പോവുക. ഇതല്ലാതെ ഇതിനൊരു സൊല്യൂഷൻ ഇല്ല. നിങ്ങളുടെ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ ലോകം അംഗീകരിക്കാൻ തയ്യാറാണ്, ഇസ്രയേലിനെ കൊണ്ട് ഞങ്ങൾ സമ്മതിപ്പിച്ചോളാം. വെസ്റ്റ് ബാങ്കിനെ അവർ തൊടില്ല, ഇസ്രയേൽ നിങ്ങളെ രാജ്യമായിട്ട് അംഗീകരിക്കും എന്നുള്ളതായിരിക്കും എൻ്റെ ഉറപ്പ് എന്ന് ട്രംപ് പറയുമായിരിക്കും. അങ്ങനെ ഗാസ ഇസ്രയേലിന്റെ കയ്യിലും ഇരിക്കും, വെസ്റ്റ് ബാങ്കും അതിനോട് ചേർന്ന് കിടക്കുന്ന ചിലപ്പോൾ കുറച്ച് പ്രദേശങ്ങളും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം, ലോകം അംഗീകരിക്കുന്ന ഒരു രാജ്യം രൂപം കൊള്ളുകയും ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത്. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഇസ്രയേൽ ഗാസ വിട്ടുകൊടുക്കുമെന്ന്. ഇനി അഥവാ അമേരിക്ക ഇസ്രയേലിനെ അതിന് നിർബന്ധിക്കുകയാണെങ്കിൽ അമേരിക്കയും ഇസ്രയേലും തമ്മിൽ പിണങ്ങുന്നതിലേക്ക് അത് എത്തുകയുള്ളൂ. ഒരു തരത്തിലും അവരതിന് തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. അവരിപ്പോൾ അത് വിട്ടുകൊടുത്താലും വീണ്ടും ഇപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ ഒരു 5 വർഷത്തിന് ശേഷം ആവർത്തിക്കുക തന്നെ ചെയ്യും. വീണ്ടും കുറെ മനുഷ്യർ മരിക്കും, ഇതുപോലുള്ള യുദ്ധങ്ങൾ ഉണ്ടാവും എന്നുള്ളതല്ലാതെ അതിന് വേറെ പരിഹാരമില്ല എന്ന് തോന്നുന്നു. ഇത് തന്നെയാണ് അതിനുള്ള ഒരു സൊല്യൂഷൻ. അതിലെ ശരി തെറ്റുകളെ കുറിച്ചൊന്നും ഞാനിവിടെ പറയുന്നില്ല. അതില് ഇസ്രായേലിന്റെ ഭാഗത്ത് തെറ്റുണ്ടാവാം, ഹമാസിന്റെ ഭാഗത്ത് തെറ്റുണ്ടാവാം. പക്ഷേ സൊല്യൂഷൻ ഇത് തന്നെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. വെസ്റ്റ് ബാങ്കിനെ പാലസ്തീനാക്കുക,
ഗാസയെ ഇസ്രയേലിന് കൊടുക്കുക. അപ്പോൾ അതിന് പകരമായിട്ട് ഇസ്രയേൽ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിക്കും. ഇതാണ് സംഭവിക്കാനുള്ള ഒരു സാധ്യത. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.